ഓ കണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് തരംഗം കാണിച്ചത് വളരെ മോശമാണ്. മനസ്സിലായില്ലേ? എന്തൊരു പണ്ഡിറ്റ് രമേശ് നാരായണ അവന്റെ അച്ഛൻ ആര്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാടായി. പണ്ഡിറ്റ് എന്ന് ജാതിയല്ലേ എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്തൊരു കൂതിയാ. പക്ഷെ ഈ തളി എന്നിട്ടപ്പോ ഭൂമിയെ ഡയലോഗും കൂടെ അടിക്കുന്നുണ്ടാ. ഞാൻ തോളിത്തട്ടി ഞാൻ ഹസ്തദാനം ചെയ്തു. ആസിഫ് അലിക്ക് വായി കൊടുത്തെന്ന് മാത്രം പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞു കള്ള തായോളി. ഞാൻ പറഞ്ഞില്ലേ 2 സിനിമയെല്ലാം കഴിയുമ്പോഴാ വലിയ മറ്റേ ദക്ഷിണാമൂർത്തി സ്വാമി, മറ്റേ വേറൊരു യേശുദാസ് അങ്ങേരെ ഗുരു ഉണ്ടായിരുന്നല്ലോ ഒരു സ്വാമി, ചെമ്പൈ ഭാഗവത, അവരൊക്കെ വാണിരുന്ന സ്ഥലമാണ്. പച്ച പരമ പറ കൂർണേ ഓളി പൂറി മോനെ, അവിടെ കയറി ഇങ്ങനെയൊന്നും കാണിക്കല്ലേ. നിന്റെ കൊതം വെന്താ ഒരു പ്രശ്നമുണ്ടെന്നറിയാം. നിന്നേ പാടാക്കൂ, ഇരിക്കാക്കൂല. ആവി ഉച്ചയിൽ കൂടെയും ചെവിയിൽ കൂടെയും വരും. അയ്യോ, എവനെയൊക്കെ എത്ര പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ ശക്തമായിട്ട് പറയേണ്ട ആൾക്കാരൊക്കെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അതിന്റെ ഇടയിൽ കൂടെ കയറി ഗുണമെന്ന് പറയാനില്ല. പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച് വിഴുങ്ങാൻ പോണില്ല, അത് വേറെ ലൈൻ. എന്നാലും ഇത് ശുദ്ധാശമന്തമാണ്. പക്ഷെ അദ്ദേഹത്തെ ആസിഫ് അലി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പയ്യനാണോ, അദ്ദേഹം ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട്. ഒരു പുതിയ ജനറേഷനാണ്, പുതിയ പിള്ളേർ വരികയാണ്. ഇവനൊക്കെ കാലകരണപ്പെട്ട് മയിര് പെട്ടി തന്നെത്താനെ പെട്ടി വാങ്ങിച്ച് അതിനകത്ത് കയറി കിടക്കണാണ് നല്ലത്. ഇവൻ പെട്ടിയല്ലല്ലോ, ഇവൻ മറ്റേ കറണ്ടിലാണല്ലേ. അത് ശരി, കറണ്ട് വരെ മറ്റേ ഇടുക്കി വരെ അടിച്ചു പോകും ഈ താളിയെ കൊണ്ട് കറണ്ട് വെച്ച. അഭ്യാസം കാണിച്ചിട്ട് ഓത്ത ന്യായം കൊണ്ട് വന്നേക്കണം. പകരമചേറ്റ പോറിയുമോ ജനങ്ങളുണ്ടാ. ആസിഫ് അലിയുടെ കൂടെ ജനങ്ങൾ ഇരിക്കുമ്പോ പിന്നെ ഈ താളിയൊക്കെ ആര് മൈൻഡ് ചെയ്യാൻ? ഒരു മൈൻഡും ഇല്ല. സോഷ്യൽ മീഡിയ കണ്ട ഓടുത്ത് തള്ളണം ചെറുക്കന്മാര്. ട്രോളർമാരാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് തന്നെ 100 മെസ്സേജ് വന്നു. അണ്ണാ വീഡിയോ ഒന്നുമില്ല. കാസർഗോഡ് നിന്നൊക്കെ, ബാംഗ്ലൂരിൽ നിന്ന്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ പിള്ളേര് അണ്ണാ ആസിഫ് അലി പ്രശ്നത്തിൽ വീഡിയോ ഇല്ലേ? അപ്പൊ ഞാൻ ഇടാം, ശരി, ഓക്കെ. എന്തായാലും ഈ പന്നച്ചറ്റ പൊറിയുമ്പം കാണിച്ചത് വളരെ തെണ്ടിത്തനമാണ്. കേരളത്തിലെ ജനങ്ങളും മുഴുവനും ശ്രീമാൻ ആസിഫ് അലിയുടെ കൂടെയാണ്. നമസ്തേ.